പൗരത്വം പരിശോധിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ടെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദം മുൻകാല വിധിന്യായങ്ങൾക്ക് വിരുദ്ധമെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സുപ്രീം കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് നിലപാട് വ്യക്തമാക്കിയത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, എന്താണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇവർ അറിയിച്ചിട്ടുള്ളത്? അവകാശവാദം എന്താണ്? അനുജ, ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കൊപ്പം തന്നെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സുപ്രീം കോടതി ഇതിലെ ഹർജിക്കാർക്ക് ഉൾപ്പെടെ നോട്ടീസ് അയച്ചിരുന്നു. ഈ നോട്ടീസിനുള്ള മറുപടി സത്യവാങ്മൂലത്തിലാണ് ഈ ഭരണഘടനാപരമായി പൗരത്വം പരിശോധിക്കാൻ അവകാശമുണ്ട് എന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദം അത് തെറ്റാണ് എന്നും സുപ്രീം കോടതിയുടെ മുൻ വിധിന്യായങ്ങൾക്ക് എതിരാണ് എന്നും ADR അറിയിക്കുന്നത്. പ്രധാനമായും രണ്ട് വിധിന്യായങ്ങൾ 1995 വിധിന്യായം എന്നുള്ളത് പുതിയതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നവർ മാത്രമാണ് തങ്ങളുടെ പൗരത്വം തെളിയിക്കാനുള്ള ബാധ്യതയുള്ളത്. അല്ലാത്ത പക്ഷം ഈ പൗരത്വം തെളിയിക്കാൻ നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉള്ള ആളുകൾക്ക് എതിരായ ഒരു അഭിപ്രായം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടെങ്കിൽ ആ എതിരഭിപ്രായം ഉള്ളവർക്കാണ് ഇത് തെളിയിക്കാൻ, അവർ വോട്ടർമാരല്ല, അവർക്ക് പൗരത്വമില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യതയുള്ളത് എന്നായിരുന്നു 1985 വിധിന്യായത്തിൽ ഇന്ദ്രജിത് ബർവ വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതിയുടെ വിധി എന്ന് വ്യക്തമാക്കുകയാണ് ഈ ADR. ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് കൂടാതെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളവ രേഖകളായി അനുവദിക്കില്ല എന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് അത് അസംബന്ധമാണ് എന്നും ADR വ്യക്തമാക്കുന്നു. കൂടാതെ നിലവിൽ നടക്കുന്ന ഈ പ്രക്രിയയ്ക്കുള്ളിൽ പോലും ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നും മരിച്ച ആളുകളുടെ രേഖകൾ പോലും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ADR സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനുജ, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സുപ്രീം കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകിയത്.